ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നോ ഫേസ് പാക്ക്, നോ സ്ക്രബ്ബർ, നോ ഫേസ് വാഷ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് സ്കിന്നിനെ വളരെ ഹെൽത്തി ആയിട്ട് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നതും നല്ല നല്ല ടിപ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ വളരെ ഹെൽത്തി ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ പല തവണ പല പാക്ക് മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും നല്ലൊരു സ്കിന്നിലേക്ക് എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിച്ച ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് നല്ല ഫേസ് പാക്ക് അത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ വെളുക്കും എന്നിട്ട് നമ്മൾ ഓടിപ്പായുന്ന കാലമാണ് ഇന്ന്. അതായത് ഞാനടക്കം ആൾക്കാർ, അതായത് ഞാൻ തന്നെ പോയിട്ടുണ്ട്. അതായത് ഇത് തേച്ചാൽ വെളുക്കും, അത് തേച്ചാൽ, അതായത് തക്കാളി, അതായത് എന്താ പറയുക, മുളക് പൊടി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നീട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ അതായത് ഇൻഹെയിൽ ചെയ്യുന്നില്ല. അതായത് ഭക്ഷണത്തിലൂടെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് ഇതൊക്കെ തേച്ചാൽ വെളുക്കും, അതായത് ഭക്ഷണമൊന്നും കഴിക്കണ്ട, അന്നേരം മുട്ട കഴിക്കില്ല, ഉപ്പേരി കഴിക്കില്ല, അങ്ങനത്തെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ വെറും ഈ ഫേസ് പാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. പിന്നീട് ഭക്ഷണം ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയി വരുന്നത് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ മിനിമം 2 ലിറ്റർ ഓളം വെള്ളം കുടിക്കാറുണ്ട്. അതായത് ഒറ്റ വലിക്ക് 2 ലിറ്റർ കുടിക്കുന്നതല്ല, ആ ഒരു ദിവസം മിനിമം ഞാൻ ഡ്രോപ്പായിട്ട്, അതായത് എങ്ങനെയെങ്കിലും ആയിട്ട് 2 ലിറ്റർ ഞാനത് ഉൾക്കൊള്ളിക്കും. അപ്പോൾ നമ്മുടെ ഈ വലിയ സ്കിന്നാണ്, അതായത് ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ സ്കിന്നിനെ ഹൈജീനിക്കായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ആരോഗ്യപ്രദമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് പാക്ക് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണവും വെള്ളവും ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്കിന്നെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പിന്നെ ഇത് അതായത് മീൽസ്, അതായത് ഫിഷ്, ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് മാത്രം കഴിക്കുന്നവരുണ്ട്. പിന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് എന്ന് പറയുന്നത് എനിക്കത് വേണ്ട, ആരെങ്കിലും തരുമ്പോൾ എനിക്കത് വേണ്ട, ഞാൻ അത് കഴിക്കാറില്ല, എനിക്ക് ഇത് വേണ്ട, ഞാൻ അത് കഴിക്കാറില്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറയാറില്ല. കാരണം ഓരോ പിന്നെ കാര്യങ്ങളും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പേരിയായാലും നല്ലോണം ചീര വറുത്ത് തിന്നാൻ തുടങ്ങി. പിന്നെ അതായത് പച്ചക്കറികൾ, അതായത് തക്കാളി, നമ്മളെ ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, അതിലെല്ലാം നല്ല 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 പിന്നെ ഫൈബേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല മാറ്റം വരും. പിന്നെ അവസാനത്തിൽ ഞാനൊരു ടിപ്പ് കൂടി പറയുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ അടിപൊളി ഗ്ലോയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഈ ഫേസ് പാക്ക് ഇല്ലാതെ തന്നെ എത്തിക്കാൻ വേണ്ടി പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇന്ന് ആരാണ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തത്, അല്ലെങ്കിൽ ഒരു സൈഡ് മേക്കപ്പ് ആയിട്ടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതായത് BB ക്രീമോ CC ക്രീമോ എന്തെങ്കിലും ഒരു സൈഡായിട്ട്, അതായത് വലിയ മേക്കപ്പോ പ്രൈമറോ ഒന്നും കാര്യങ്ങളില്ലാതെ തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പൗഡർ ഇട്ടാൽ തന്നെ മതി. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ബ്രീത്ത് ചെയ്യുന്ന ഒരു അവയവം തന്നെയാണ്. അതിനൊരുപാട് പോഴ്സസ് ഉണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ വളരെ പിന്നെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് കിടക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കണം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ടാവും, 10 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ രാവിലെ 6 മണി, അല്ലെങ്കിൽ 5 മണി, 4 മണി, അതെങ്ങനെയാണെന്നറിയില്ല. ഞാനൊരു 6-7 മണിക്കുള്ളിൽ എണീക്കുന്ന ആളാണ്. രാവിലെ എണീക്കാൻ ശ്രമിക്കുക. നമ്മൾ രാവിലത്തെ ഒരു എനർജി എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്, അത്
യോഗ ചെയ്യുന്നവർക്കായാലും ആർക്കായാലും ഇപ്പോൾ അറിയുന്ന കാര്യമാണ്. അത് രാവിലത്തെ ഒരു എനർജി നമുക്ക് കുറച്ച് ബൂസ്റ്റപ്പ് കിട്ടും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ. അതേ മറിച്ച് ഒരു 9 മണിയെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര എനർജി ലെവൽ താഴുന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു യോഗയോ അല്ലെങ്കിൽ ജിമ്മിന് പോകുന്നവർക്ക് ജിമ്മിന് പോകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നവർക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇതുവഴി നമ്മുടെ ശരീരത്തിലുള്ള ഹീറ്റ്, അതായത് ഫാറ്റൊക്കെ ബേൺ ചെയ്തിട്ട് പോകും. അതുവഴി നമ്മുടെ സ്കിന്ന് നന്നായി ഗ്ലോ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യരുത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമല്ല. ഫേസ് പാക്കിൻ്റെ കൂടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ ഡാർക്ക് സർക്കിളും ഡാർക്ക് സ്പോട്ടും ഒക്കെ നിറഞ്ഞിട്ട് പലതരം പ്രൊഡക്ട്സ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് യൂസ് ചെയ്തിട്ടും എനിക്കൊരു മാറ്റമില്ല എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളിലേക്ക് ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അതായത് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കേണ്ടതുണ്ട്. ധാരാളം മീൻസ് ഒരു ദിവസം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെച്ചിട്ട് നമുക്ക് പച്ചക്കറി ഐറ്റംസ് കഴിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ പുറത്ത് ക്രീമിനൊക്കെ ചിലവാക്കുന്ന പൈസ കുറച്ച് തുക പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമൊക്കെ എനിക്ക് നല്ല പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരമൊക്കെ ഡോക്ടറെ കാണിച്ചു, ക്രീമൊക്കെ തേച്ചു, പോയിട്ടേ ഇല്ല. പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതിലാണ് പോകുന്നില്ല. പലതരം മഞ്ഞൾ ഞാൻ തേക്കാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒക്കെ തേച്ചിരുന്നു, പോയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ഈ എലമെൻറ്റ്സ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ ബ്രാൻഡിൻ്റെ ഇത് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം നല്ലൊരു വ്യത്യാസം ഉണ്ടായിന്. ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും പറയുന്നൊന്നുമല്ല, സംഭവം അടിപൊളി ക്ലിക്കായിന്. എന്ന് വെച്ചാൽ ഞാൻ അത് കഴിക്കുന്നതോടൊപ്പം നമ്മളെ ഓറഞ്ച് ആപ്പിള്, മുന്തിരി, അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. കാരണം എൻ്റെ ബ്ലഡ്, നമ്മളില്ലേ ഈ സ്കിന്നിന് വേണ്ടിയിട്ട് ഈ ചിലവാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ബ്ലഡ് കുറവുണ്ടോ, നമുക്ക് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി പണ്ടേ ബ്ലഡ് കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ അതായത് ബ്ലഡ് പ്യൂരിഫയർ കുടിച്ചതോടുകൂടി നല്ല മാറ്റം, എനിക്ക് ബ്ലഡ് കൂടാനും അതായത് സ്കിന്നിന് നല്ല വ്യത്യാസം വരാനും തുടങ്ങി. പിന്നെ അവരെ തന്നെ ഫേസ് ക്രീമും അവരെ തന്നെ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തതിന് ആ സമയം എനിക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നിർത്തുമ്പോൾ അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മെല്ലെയാണ് ഞാനത് നിർത്തി വന്നത്. പിന്നീട് നമ്മൾ നാച്ചുറൽ റെമഡിയിലേക്ക് പോവുകയായിരുന്നു. അതായത് ചെറുപയർ പൊടി വെച്ചിട്ട് കഴുകുക, കടലമാവ് ഉപയോഗിച്ചിട്ട് കഴുകുക, അങ്ങനത്തെ റെമഡിയിലേക്ക് എത്തി. അങ്ങനെയാണ് എൻ്റെ മുഖത്തിൽ പിമ്പിൾസും കാര്യങ്ങളും അതായത് ഡാർക്ക് സർക്കിൾസും എല്ലാം ഞാൻ മാറ്റിയെടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇപ്പോഴും പറയാം, നമ്മളെ സ്കിന്നിന് അത്യാവശ്യം വേണ്ടുന്നത് നല്ല പ്രോട്ടീൻസ്, നല്ല ഫുഡ്, അതായത് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ അങ്ങനത്തെ ആഹാരങ്ങൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ബേസിക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബേസിക്, അതായത് നമ്മൾ ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ തറ നന്നായെങ്കിൽ വീട് നന്നായി അടിപൊളി കെട്ടുറപ്പോടെ നിൽക്കുന്ന അതുപോലത്തെ ഒരു ബേസിക് കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞത്. അതായത് ഈ ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ അടിപൊളിയായിട്ട് വെക്കാം. എന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അതായത് ഫേസ് വാഷിലേക്കും ഫേസ് ക്രീമിലേക്കും നൈറ്റ് ക്രീമിലും സെറത്തിലൊക്കെ ശ്രദ്ധിക്കാൻ. നിങ്ങൾ അതിലാദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഈ ബേസിക് ടിപ്പ് വഴി നമുക്ക് സാധിക്കും. ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്, നന്നായി വെള്ളം കുടിക്കും. അപ്പോൾ ഈ ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ അപേക്ഷിച്ചിട്ട് നല്ലോണം വെള്ളം കുടിക്കേണ്ടതുണ്ട്. 2 ലിറ്ററൊന്നും പോലെ നന്നായി വെള്ളം കുടിക്കണം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം പറയാം. ഈ ABC ജ്യൂസിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാനും കേട്ടിട്ടുണ്ട്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് നമ്മുടെ സ്കിന്നിന് വരാൻ വേണ്ടി പറ്റും. ഇതാണ് ഞാൻ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതായത് ഇതൊക്കെ, അതായത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതിന് മുന്നേ ഇത് രാവിലെ ഈ വെറും വയറ്റിൽ ഇത് കഴിച്ചു നോക്കിക്കോളൂ, അടിപൊളി റിസൾട്ടാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും ദിവസവും ചെയ്തിട്ട് അതൊരു പീരീഡ് എത്തുമ്പോൾ നിർത്തണം. അതായത് മീൻസ് അതൊരു ദോഷം എന്നല്ല. ഇപ്പോൾ നമ്മളൊരു മാസം കണ്ടിന്യൂസ്ലി ചെയ്താൽ ഒരു മാസം നമ്മളത് ചെയ്യണ്ട, നെക്സ്റ്റ് ആ ഒരു മാസം വിട്ടിട്ട് ചെയ്താൽ മതി, അങ്ങനെ മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. സാലഡൊക്കെ ആക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക.
പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അതായത് ഓട്സിൻ്റെ പൊടിയും ചെറുപയർ പൊടിയും കടലമാവും തൈരിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ അടിപൊളി റിസൾട്ടാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫേസ് പാക്കെല്ലാം ആഴ്ചയിൽ 3 തവണ ഒക്കെ ചെയ്താൽ മതി. ഡെയിലി ചെയ്യുന്നത് അത്ര വലിയ നല്ലതൊന്നുമല്ല സ്കിന്നിന്. കാരണം നമ്മളെപ്പോൾ അതിനെ ബ്രീത്ത് ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ആഴ്ചയിൽ 3 തവണ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സ്കിന്നിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതും മാത്രമല്ല, പരമാവധി നമ്മൾ അതായത് നോക്കി ഫുഡ്, അതായത് സ്കിന്നിന് നല്ലതായത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതുള്ളൂ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സ്കിന്നുള്ളൂ. അപ്പോൾ നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഫേസ് പാക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ചുരുക്കത്തിലുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് പറയാൻ തോന്നി. നിങ്ങൾ ഈ ഫേസ് പാക്കിൻ്റെയും വെളുക്കുന്ന ക്രീമിൻ്റെയും പിന്നാലെ ഓടുന്നതിന് പുറമേ ഇതുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ സ്കിന്ന് അടിപൊളിയായി ഗ്ലോ ചെയ്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അനുഭവമാണ്. അപ്പോൾ ഫേസ് പാക്ക് മാത്രം യൂസ് ചെയ്യാതെ നിങ്ങൾ മെയിൻ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും വീഡിയോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം വലിച്ച് ലാഗ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ബേസിക് കാര്യങ്ങൾ, അതായത് സ്കിന്നിന് ഇന്ന് വരെ സ്കിന്നിനെ ഇന്ന് വരെ കെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഹെൽത്ത് എങ്ങനെയാണ്, ബ്ലഡ് എങ്ങനെയാണ്, അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ക്രീമിലേക്കും ഫേസ് പാക്കിലൊക്കെ ഓടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ഫുഡ് കഴിക്കുക, പിന്നെ വെള്ളം കുടിക്കുക. ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നല്ലോണം സ്കിന്നിന് നല്ലോണം ബ്രീത്ത് ചെയ്യുക, നല്ലോണം, അതായത് നമ്മൾക്ക് കുറേ ടോക്സിക് എലമെൻറ്റ്സൊക്കെ ഉണ്ടാവും സ്കിന്നിന്. അതൊക്കെ ഇതേപോലെ വേർപ്പിലൂടെയും യൂറിൻ വഴിയെല്ലാം പോകണമെങ്കിൽ നന്നായി വെള്ളം കുടിക്കേണ്ടതുകൊണ്ട് സ്കിന്നിനെ ഹെൽത്തിയായി എല്ലാവർക്കും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്തതും. അപ്പോൾ ഇതുപോലെ അടിപൊളി ഇൻഫോർമേറ്റീവും അടിപൊളി ടിപ്സൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ, ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഫേസ് പാക്കിൻ്റെയും ഫേസ് ക്രീമിൻ്റെയും പിന്നാലെ ഓടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഒരു യൂസ്ഫുൾ വീഡിയോ ആകും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതാണ്. ബൈ.